Third one, limit x tends to c, x square is equal to c square. നമ്മൾ കാണിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ എന്നാ കാണിക്കേണ്ടത്. ഇതും എവിഡന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്, പക്ഷെ അതെങ്ങനെ പ്രൂവ് ചെയ്യാം അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു. എന്നിട്ട് നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than, നമുക്ക് കാണിക്കേണ്ട എന്താണ് നമ്മൾ ആദ്യം ചെയ്തു വെക്കുക. We have to show that whenever epsilon greater than 0 there is a delta greater than 0 such that whenever 0 less than mod x minus c less than delta modulus of f of x minus L ന് പകരം ഇവിടെ എന്താണ്? c square is less than epsilon. നമുക്ക് ഇതാണ് കാണിക്കേണ്ടത്. Whenever 0 less than mod x minus c less than delta we have to show that modulus of f of x minus c square is less than epsilon. അപ്പൊ നമുക്ക് എന്താ കാണിക്കണ്ടേ? whenever 0 less than mod x minus c is less than delta f of x എന്ന് പറയുന്നത് x square ആണ്. നമുക്ക് കാണിക്കേണ്ടത് modulus of x square minus c square is less than epsilon എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്തു വെക്കുക. We have to show that whenever epsilon greater than 0 there exists a delta greater than 0 such that whenever 0 less than mod x minus c is less than delta modulus of f of x minus c square is less than epsilon അല്ലെങ്കിൽ modulus of x square minus c square is less than epsilon. ഇതാണ് ആക്ച്വലി നമുക്ക് കാണിക്കേണ്ടത്. ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇനി ഇവിടെ ഒരു നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഒന്ന് x square minus c square എന്താണെന്നൊക്കെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി മൈനസ് എക്സ് മൈനസ് സി. ഇനി നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് സി ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ ഇഫ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ കണ്ടീഷൻ ഉള്ളത് നമ്മൾ നോക്കുവാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ്. അത് ട്രയാംഗിൾ ഇൻഇക്വാലിറ്റി നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അതാ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി. അതിൽ നിന്ന് നമുക്ക് മോഡ് എക്സ് മൈനസ് മോഡ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ 1. അപ്പൊ നമ്മൾ ഇത് മാറ്റിയിട്ട് അപ്പൊ ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡ് എക്സ് മൈനസ് മോഡ് സി ഈസ് ലെസ് ദാൻ 1 എന്ന് കിട്ടും. അപ്പൊ മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് സി. ഇത് മാറ്റിയിട്ട് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മോഡ് സി ആണ്, ഞാൻ ഇതിപ്പോ മാറിപ്പോയതാണ്. മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് സി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ 1, മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ വി ഹാവ് mod x is less than or equal to 1 plus mod c. അതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 വരുമ്പം mod x is less than or equal to 1 plus mod c എന്ന് കിട്ടും. അപ്പം മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 എടുത്തപ്പം നമുക്ക് mod x is less than or equal to 1 plus mod c എന്ന് കിട്ടി. ഇനി നമ്മൾ എക്സ് പ്ലസ് സി കൺസിഡർ ചെയ്യുക. മോഡുലസ് ഓഫ് എക്സ് പ്ലസ്, അതായത് നമുക്ക് ഇതിനകത്തെ ടേമുകളെ രണ്ടിനെ നമ്മൾ ഒരു ഡിഫറെന്റ് ലെസ് ദാൻ ഫോമിൽ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് സി എടുക്കുമ്പോൾ ട്രയാംഗിൾ ഇൻഇക്വാലിറ്റി അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് സി എന്ന് എഴുതാം. മോഡുലസ് ഓഫ് മോഡ് എക്സ് പ്ലസ് മോഡ് സി. ഇനി ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്, ഇപ്പൊ ഇക്വേഷൻ 2 അനുസരിച്ച് മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് സി. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 വരുവാണെങ്കിൽ നമുക്ക് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് സി എന്നുണ്ട്. ആ മോഡ് എക്സിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ടേം ആണ് ഈ എഴുതിയിരിക്കുന്നത് പ്ലസ് മോഡ് സി എന്ന് വരും. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 2 മോഡ് സി എന്ന് കിട്ടി. അതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 പ്ലസ് 2 മോഡ് സി ആണ് കിട്ടി. ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് മോഡ് എക്സ് ലെസ് ദാൻ എന്നുള്ളത് കിട്ടിയത്. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിലാണ് ഈ കണ്ടീഷൻ ഉള്ളത്.
അങ്ങനെയാണെങ്കിലാണ് നമുക്ക് mod x plus c is less than or equal to 1 plus 2 into mod c എന്ന് കിട്ടി. അപ്പൊ mod x minus c less than 1 വരുമ്പം modulus of x plus c എന്ന് പറയുന്നത് less than 2 mod c plus 1 ഫോമിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ modulus of x square minus c square എന്ന് പറയുന്നത് modulus of x minus c into modulus of x plus c ആണ്. അപ്പൊ നമ്മൾ അത് this is modulus of x minus this is less than or equal to modulus of x minus c into mod x plus c നമുക്ക് 1 plus 2 mod c വെച്ച് റീപ്ലേസ് ചെയ്യാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ mod x minus c നമ്മൾ അതുപോലെ ഇട്ടു. നമുക്ക് modulus of x plus c നമുക്ക് modulus of x plus c 1 plus 2 into mod c എന്നിട്ടു. ഇതിനെ ഇക്വേഷൻ 4 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് modulus of x square minus c square is less than or equal to 1 plus 2 mod c into mod x minus c എന്ന് കിട്ടി. ഇനി mod അപ്പൊ നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്? മോഡുലസ് ഓഫ് ഇത് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഫോർമുല, ഇതിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. ഇതിനെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ദിസ് എന്ന് എടുത്താൽ പോരെ. അതായത് നമുക്ക് വേണ്ടത് ഞാൻ അങ്ങ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഇൻറ്റു 1 plus 2 mod c ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വേണം? മോഡ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c എന്ന് എടുത്താൽ മതിയായിരുന്നു. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഇൻറ്റു 1 plus 2 mod c ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് വേണ്ടത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 വന്നപ്പോഴാണ് ഈ കണ്ടീഷൻ ഉള്ളത്. അപ്പം ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c എന്നുള്ളത് കിട്ടണം. അപ്പൊ ഈ മോഡ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. ലെസ് ദാൻ ഇതും ആണെങ്കിൽ അല്ലെ രണ്ട് കണ്ടീഷനും അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആകുമ്പോഴേ നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു minimum of 1, epsilon by 2 mod c plus 1 എടുക്കുക. ഞാൻ ചെയ്ത പ്രോസസ് ഒന്നും കൂടെ പറയാം. നമുക്ക് ഉണ്ടായിരുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴല്ല മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുവാണ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണ്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 plus mod c എന്ന് കിട്ടി. അപ്പം മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 plus mod c എടുത്താൽ മോഡ് എക്സ് പ്ലസ് സി യെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 plus 2 mod c ഫോമിൽ എഴുതാം. അപ്പം മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 വരുമ്പം മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 plus 2c വരും. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി മോഡ് എക്സ് മൈനസ് സി ഇൻറ്റു 1 plus 2 mod c. അപ്പൊ ഇത് ലെസ് ദാൻ എപ്സിലോൺ വരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ലെസ് ദാൻ എപ്സിലോൺ വരണമെന്നുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ ദിസ് ആയിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് ഈ കണ്ടീഷനും വേണം, ഈ കണ്ടീഷൻ അപ്പൊ മോഡ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. ലെസ് ദാൻ എപ്സിലോൺ ബൈ 1 plus 2 mod c ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് 1 plus 1, epsilon by 2 mod c plus 1. അപ്പൊ അത് എടുക്കുമ്പം ഡെൽറ്റ അപ്പൊ നമ്മൾ whenever 0 less than mod x minus c less than delta എന്ന് പറയുമ്പോൾ mod x minus c less than 1 ആണ്. mod x minus c less than epsilon by 2 mod c plus 1 ആണ്. അപ്പൊ രണ്ട് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഈസ് ലെസ് ദാൻ 4 അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് സി ഇൻറ്റു 1 plus 2 mod c ആയിരുന്നു. ഇക്വേഷൻ 4 അനുസരിച്ച് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു മോഡുലസ് 1 plus 2 mod c ആയിരുന്നു. വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് മൈനസ് സിയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എന്ന് പറയുന്നത് ലെസ് ദാൻ